respected Nalini ma'am, the whole iLearn team, ഇവിടെ ഇരിക്കുന്ന പേരൻസ്, എൻ്റെ ഫ്രണ്ട്സ്. എൻ്റെ പേര് ആനി, ഞാൻ കണ്ണൂർ സ്വദേശിനിയാണ്. സാർ പറഞ്ഞ പോലെ എൻ്റെ ഈ സിവിൽ സർവീസ് ജേർണിയിൽ ഞാൻ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് iLearnനോടാണ്. ഞാൻ PCM ബാച്ച് ചെയ്തത് iLearnലാണ്. ഞാൻ iLearn യൂട്യൂബ് വീഡിയോസിലൊക്കെ റെക്കമെൻഡേഷൻ കണ്ടിട്ടുണ്ട്. ഹിൽട്ടണിൽ വെച്ചിട്ടുള്ള ടോപ്പേഴ്സ് ഫെലിസിറ്റേഷൻ സെറമണി ഇങ്ങനെ ഒത്തിരി നോക്കി കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പം ഇതൊരു ഡ്രീം കം ട്രൂ ആണ്, ഇതുപോലെ ഒരു ഫെലിസിറ്റേഷൻ സെറമണിയിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റുന്നത്. ഞാൻ പിന്നെ അരുണ വഴിയാണ് iLearnലേക്ക് വരുന്നത്. അരുണ ഇവിടെ ചെയ്തിരുന്നു, കോഴ്സ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അരുണയിൽ, ഞങ്ങൾ കോളേജ് മേറ്റ്സ് ആണ്, ഞങ്ങൾ ഫ്രണ്ട്സാണ് കോളേജ് തൊട്ട്. അപ്പം എനിക്ക് അരുണയിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, അരുണ ഒന്നും കാണാതെ iLearnൽ ജോയിൻ ചെയ്യില്ല എന്ന്. അങ്ങനെയാണ് ഞാൻ iLearnലേക്ക് എത്തുന്നത്. iLearnൽ PCM ചെയ്തു. ഞങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് എക്കണോമിക്സ് വെച്ചിട്ടാണ്. ഞാനൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റുഡൻ്റാണ്. അപ്പോൾ എനിക്ക് എക്കണോമിക്സോ ജോഗ്രഫി എനിക്ക് ഒന്നും വലിയ ധാരണയില്ലാണ്ടാണ് PCM ബാച്ചിലേക്ക് എത്തുന്നത്. അപ്പം ആദ്യം ജോയ്സി മാമിൻ്റെ എക്കണോമിക്സ് ക്ലാസ് ആയിരുന്നു, പിന്നെ നിഖിൽ സാറിൻ്റെ ജോഗ്രഫി ക്ലാസ്സായി. പയ്യെ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഈ ഫീൽഡിനെക്കുറിച്ചും പഠിക്കുന്നതിനെക്കുറിച്ചെല്ലാം കുറച്ചുകൂടെ ഇൻട്രസ്റ്റഡ് ആയത്. ഞാൻ വന്നത് വലിയ ക്ലാരിറ്റിയോടെ അല്ലാന്ന് എനിക്ക് മനസ്സിലായത് പഠിച്ചു തുടങ്ങിയ സമയത്താണ്. അതിനുശേഷം PCM ബാച്ചിലായാലും ഹോസ്റ്റലിലായാലും ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ iLearn എനിക്ക് തന്നിട്ടുണ്ട്. iLearn വഴി ഫാക്കൽറ്റീസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും അധികം കടപ്പാടുള്ളത്, ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്, ഇനിയും ഞാൻ പറയും, നിങ്ങൾക്ക് കേട്ടും എടുത്തിട്ടുണ്ടാകും, പക്ഷേ എനിക്ക് പറഞ്ഞു എടുത്തില്ല, എൻ്റെ മെൻറ്ററിനോടാണ്. ഞാൻ പലവട്ടം പറഞ്ഞു, രാഹുൽ സാർ ഇവിടെ ഉണ്ട്. കാരണം ഞങ്ങൾക്ക് PCM ബാച്ചിൽ മെൻറ്റർഷിപ്പ് അലോട്ട് ചെയ്യുന്നതിൻ്റെ തലേദിവസം ഞങ്ങൾ ഹോസ്റ്റലിൽ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു, ആരൊക്കെയാണ് മെൻറ്റേഴ്സ് എന്ന് ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പം കുറച്ച് പേര് പറഞ്ഞു, സാറിൻ്റെ ഒരു പ്രീവിയസ് മെൻറ്റി എൻ്റെ ഹോസ്റ്റലിലുണ്ടായിരുന്നു, അപ്പം അദീന എന്നാണ് പേര്. അവൾ പറഞ്ഞു രാഹുൽ സാർ ആണെങ്കിൽ നല്ലതാണ്, സാർ നല്ല മെൻറ്റർ എന്നൊക്കെ പറഞ്ഞു. വേറെ മെൻറ്റേഴ്സിനൊന്നും എനിക്കറിയില്ല. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ രാഹുൽ സാർ ആവണേ എൻ്റെ മെൻറ്റർ എന്ന് ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് ഡേ മെൻറ്റർഷിപ്പ് PDF വന്നപ്പോൾ എൻ്റെ മെൻറ്റർ രാഹുൽ സാർ. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് സാറിന് അറിയൊന്നുമില്ല, എനിക്ക് ആകെ അറിയാവുന്നത് ഇങ്ങനെ ഒരു പ്രീവിയസ് മെൻറ്റി എന്നല്ല എന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷമായി. അത് കഴിഞ്ഞ് സാറിനെ മീറ്റ് ചെയ്തു. സാറ് അപ്പം ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് സാറ് ഫസ്റ്റ് സെഷനൊക്കെ വെക്കുന്നത്. അപ്പം ഇൻ്റർവ്യൂവിന് പോകാൻ പോകുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയും ബഹുമാനവും. പക്ഷേ സാറ് ഭയങ്കര കംഫർട്ടബിളായി. സാറ് ഭയങ്കര സിമ്പിളാണ്. സാറിന് അറിയാവുന്ന എല്ലാവർക്കും അറിയാം, സാറ് ഭയങ്കര സിമ്പിളാണ്, നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും എപ്പോഴും. അപ്പം അങ്ങനെ, പക്ഷെ എന്നാലും എനിക്ക് ആദ്യം മിണ്ടാൻ പേടിയുണ്ടായിരുന്നു. പയ്യെയാണ് സാറിനോട് സംസാരിച്ച് തുടങ്ങിയതും ഡൗട്ട് ചോദിച്ചതും. ഞാൻ പറഞ്ഞു, എനിക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് പോളിറ്റി ഒന്നും അറിയുന്നുണ്ടായില്ല. അപ്പം എന്ത് മണ്ടത്തരാണെങ്കിലും എത്ര സില്ലി ഡൗട്ടാണെങ്കിലും എനിക്ക് സാറിനെ വിളിച്ച് ചോദിക്കായിരുന്നു. എനിക്ക് എന്ത് കാര്യം, എനിക്ക് അക്കാഡമിക്സിലാവട്ടെ എന്തിലാവട്ടെ സാറിൻ്റെ അടുത്ത് എനിക്ക് എപ്പോഴും ഒരു സ്പേസ് ഉണ്ടായിരുന്നു. സംസാരിക്കാനാണേലും ഡൗട്ട് ചോദിക്കാനാണേലും ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ്, ഒത്തിരി ഗ്രേറ്റ്ഫുള്ളാണ്. ഞാനിവിടെ ഒന്ന് സംസാരിക്കുന്നതിൽ എൻ്റെ ഫാമിലി കഴിഞ്ഞാൽ ഏറ്റവും അധികം ഞാൻ കടപ്പെട്ടിരിക്കുന്നത് രാഹുൽ സാറിനോടാണ്. നമുക്കറിയാം, മെയിൻസിൻ്റെ സമയത്ത് ഭയങ്കര ക്ലൂലെസ് ആയിട്ട് നിൽക്കുമ്പം ഞാനിങ്ങനെ എനിക്കൊന്നും എഴുതാൻ പറ്റത്തില്ല. ചിലപ്പോൾ എക്സാമിനൊക്കെ ക്ലാസ് റൂമിൽ വന്ന് ബ്ലാങ്ക് ആയിട്ടിരിക്കുമ്പോൾ ഞാൻ എന്നിട്ട് അവസാനം പേപ്പർ എടുത്ത് റൂമിൽ പോകും, ഒന്നും പറ്റാഞ്ഞിട്ട്. എന്നിട്ട് സാറിനെ വിളിക്കും. സാർ പറയും, പയ്യെ എഴുതിയാൽ മതി, കുഴപ്പമില്ല. അപ്പം സാർ ചിലപ്പോൾ ഒന്നും പറഞ്ഞു തരുന്നുണ്ടാവില്ല, പക്ഷേ സാർ തന്നിരുന്ന മെൻ്റൽ സപ്പോർട്ട് ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർവ്യൂ സമയത്താണെങ്കിലും മോക്ക് ഇൻ്റർവ്യൂസൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ തളർന്നിരിക്കുമ്പം സാറിനോട് പറയും, സാർ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല, എനിക്കൊന്നും അറിയില്ല എന്ന് സാറിനോട് പറയുമ്പോൾ സാറ് പിന്നെ ഡെയിലി വാട്സാപ്പിൽ ഓഡിയോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങി. സാറിന് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ സാർ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സാറ് ക്വസ്റ്റ്യൻസ് ചോദിക്കും, എന്നോട് അപ്പം തന്നെ റിപ്ലൈ തരാൻ പറയും. എന്നിട്ട് ഞാൻ കുറച്ച് നേരം ആലോചിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ സാറ് പറയും, നീ പെട്ടെന്ന് പറ, കാരണം ഇൻ്റർവ്യൂവിന് നമുക്ക് ആലോചിക്കാനൊന്നും സമയമില്ല, പെട്ടെന്ന് പറയാൻ പറയും. അപ്പം അങ്ങനെ ത്രൂ ഔട്ട് ദിസ് 2 years സാർ അത്രയും എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും അധികം ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത് സാറിനോടാണ്. ഞാൻ ഈ വേദി, എൻ്റെ ഈ സക്സസ് എൻ്റെ ഫാമിലിക്കും സാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ആൻഡ് ഐ എം ഗ്രേറ്റ്ഫുൾ ടു iLearn ഫോർ ദിസ് സക്സസ്. കാരണം iLearn ഒരു മേജർ ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ മാം പറഞ്ഞ പോലെ ഇതൊരു ജേർണിയുടെ ബിഗിനിങ് ആണ്, ഇതൊന്നും ആയിട്ടില്ല, ഇതൊരു വലിയ യാത്രയാണ്. അപ്പോൾ മാം പറഞ്ഞ പോലെ ആ ഒരു മെറ്റലോടെ വർക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.